ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ ആരും തളർന്നു പോകരുത്, വിജയിക്കാനായിട്ട് നന്നായിട്ട് തന്നെ പ്രയത്നിക്കുക. പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്, ഒരുപാട് പേർക്ക് ഒരു ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട്. അതുപോലെ ബിഗിനേഴ്സായിട്ട് വരുന്നവർ ചാനലുമായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകണം, നന്നായി ഗ്രോ ചെയ്യണം, നന്നായി മുന്നോട്ട് പോയി നമ്മളെ കളിയാക്കുന്നവർക്കിടയിൽ പിടിച്ചു നിൽക്കണം. അപ്പോൾ തളരാതെ നല്ല മോട്ടിവേഷനോട് കൂടി തന്നെ ആരൊക്കെ എന്തൊക്കെ കുത്തുവാക്കുകൾ പറഞ്ഞാലും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിയാലും ഞാൻ അതിലൊന്നും പെടുന്നില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്, അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന ഒറ്റൊരു ലക്ഷ്യത്തോടു കൂടെ നമ്മൾ പ്രവർത്തിച്ചിട്ട് മുമ്പോട്ട് പോകണം. അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരു മോട്ടിവേഷണൽ വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ ഇതിൽ യൂട്യൂബിൽ വരുന്നത് ആഗ്രഹിച്ച് മുന്നോട്ട് വെച്ച സ്റ്റെപ്പ് തന്നെയാണ്. ഒരിക്കലും ആ വെച്ച കാല് പിറകോട്ട് വയ്ക്കരുത്. അപ്പോൾ അങ്ങനെ കരുതിയിട്ട് വേണം മുമ്പോട്ട് നമ്മൾ കാലെടുത്ത് വയ്ക്കാനായിട്ട്. ഒരുപാട് പേര് എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞാൽ, ഇത് ഒരു ഭാഗ്യമാണ്, ഇതിന് നന്നായിട്ട് ഭാഗ്യമുണ്ടെങ്കിലേ ഇതിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നത് എല്ലാവരുടെയും ഒരു സങ്കല്പമാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് എല്ലാവർക്കും പറ്റും. ഭാഗ്യം കടാക്ഷിച്ചാലേ വിജയിക്കൂ എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ ഒരു എഫേർട്ടും ചെയ്യാതെ ഇരുന്നാൽ ഒരു ഭാഗ്യവും നമുക്കിവിടെ വരത്തില്ല. നമുക്കിവിടെ വേണ്ടത് നമ്മുടെ എഫേർട്ടാണ്. നമ്മൾ എഫേർട്ട് എടുത്തിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴേക്കും ഇതിൽ നമ്മൾ പ്രാവീണ്യം നേടുകയും അതിൽ കൂടെ നമ്മൾക്ക് എഡിറ്റിംഗ് സ്കിൽസും ഈ യൂട്യൂബ് ചാനലിൻ്റെ ഓരോ സെറ്റിങ്സിനെ പറ്റി പഠിക്കുകയും യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് നമ്മൾക്ക് നന്നായിട്ട് മനസ്സിലാകുകയൊക്കെ ചെയ്യുന്നതോടെ നമ്മൾക്ക് സ്വന്തമേ തന്നെ ഈ എഫേർട്ട് വഴി വിജയിക്കാനായിട്ട് യാതൊരു ഇല്ലാതെ ഭാഗ്യം മാത്രം പരീക്ഷിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങനെ കുത്തിയിരുന്നാലൊന്നും ഒരു കാര്യവും നടക്കില്ല, നമ്മൾ വിജയിക്കാനും പോകുന്നില്ല. ഭാഗ്യം ഉറപ്പായിട്ടും ചെറിയൊരു ഘടകം തന്നെയാണ്, പക്ഷേ എഫേർട്ടാണ് അതിനേക്കാളും കൂടുതൽ. ഭാഗ്യം വരും, ഒരു വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നു ഭാഗ്യമൊക്കെ ഇങ്ങനെ വന്ന് നമ്മളെ നല്ല രീതിയിൽ ഉയർത്തി അങ്ങനെ കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്നുകൊണ്ട് ഒന്നും നടക്കില്ല. അപ്പോൾ ഇതിലെന്താ കാര്യം എന്ന് വെച്ചാൽ, എഫേർട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും ഭാഗ്യം വരും. ഇപ്പോൾ ഒരുപാട് പേര് പറയും, അയ്യോ എൻ്റെ തലവരെ ഒന്നും ശരിയല്ല, എനിക്ക് ഒട്ടും ഭാഗ്യമില്ല, ഞാനിതിലൊന്നും രക്ഷപ്പെടാനേ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചിന്തയോടുകൂടി ആരും യൂട്യൂബ് ചാനലിലോട്ട് ഒരിക്കലും വരരുത്. അപ്പം എനിക്ക് എഫേർട്ട് എടുക്കാനായിട്ട് സാധിക്കും, വിജയിക്കാൻ സാധിക്കും, ഈ ഒരു മന്ത്രം മാത്രം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾക്ക് യൂട്യൂബിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്ന യൂട്യൂബിൻ്റെ A to Z കാര്യങ്ങൾ പറയുന്ന ഞാനുൾപ്പെടെയുള്ള ഒരുപാട് യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകളുണ്ട്. അപ്പോൾ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല കണ്ടൻറ് ഇടുന്നുണ്ട്. അപ്പോൾ യാതൊരു രീതിയിലും നിങ്ങൾ ടെൻഷൻ ആകണ്ട. ലക്ഷക്കണക്കിന് ക്രിയേറ്റേഴ്സാണ് യൂട്യൂബിൽ അതിനെ ഒരു ജോലി പോലെ കരുതി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് ധാരാളം ആളുകളുണ്ട്. അത് അവർക്ക് നല്ലൊരു വരുമാനം കിട്ടുന്നതുകൊണ്ടാണ് അവർ ഇതൊരു ജോബായിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് ഡെയിലി കണ്ടൻറ് ഇടുകയും അതോടുകൂടി മാസം അവർക്ക് നല്ലൊരു വരുമാനം ഏൺ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യുന്ന രീതിയിൽ അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ട്രാവലൊക്കെ ചെയ്യുന്നു, പിന്നെ അതിൻ്റെ എക്സ്പെൻസൊക്കെ കയ്യിൽ നിന്നൊക്കെ എടുത്തിട്ട് അത് പിന്നീടുള്ള കാലം ആ എക്സ്പെൻസ് യൂട്യൂബ് ചാനലിൽ നിന്ന് കൊണ്ട് തന്നെ നേടി അവർ ഒരു ഫ്രീ സ്റ്റൈൽ ജോലി പോലെ. ഇതിന് എന്താ ഒരു പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ, ഇതിനൊരു ബോസ് ഇല്ല. അപ്പോൾ ഈ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ തന്നെ ബോസ്. അപ്പോൾ ഇന്ന് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെയുള്ള ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യണമെന്നോ, ഇല്ല ഇന്ന് ചെയ്യണ്ട അപ്പോൾ നാളെ ചെയ്യാമെന്നോ, അങ്ങനെയൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് വീഡിയോ പബ്ലിഷ് ചെയ്യുക, ഇഷ്ടത്തിനെടുത്ത് മാറ്റാം. ഇതൊക്കെയാണ് നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ബോസ് എന്ന് ഞാൻ പറയാനായിട്ട് കാരണം. ഞാനൊരു വീഡിയോ ഇടണോ വേണ്ടേ, ഇല്ല ചാനൽ ഡിലീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാനിതിൽ ഒരു കാര്യവും ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നാളെ തൊട്ട് എന്നും വീഡിയോ ഇടാം. അപ്പോൾ എന്തൊക്കെ തീരുമാനം ഉണ്ടെങ്കിലും അത് നമ്മൾ സ്വയം തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് യൂട്യൂബിൽ വലിയ വലിയ നിലയിലെത്തിയ യൂട്യൂബേഴ്സ് വന്നിട്ട് വലിയ ലക്ഷറി ആയിട്ട് തന്നെ അവർ വീട് വയ്ക്കുന്നു, ഒരു ലക്ഷറി കാറൊക്കെ വാങ്ങിക്കുന്നു, പിന്നെ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് അവരുടേത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഫെയിമിനും പബ്ലിസിറ്റിക്കും പണത്തിനും വേണ്ടി ധാരാളം പേര് യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പലരും പറയും. എന്നിട്ട് വിചാരിക്കും, ഓ ഇന്നിപ്പോൾ വേണ്ട, നമുക്ക് നാളെ രാവിലെ തന്നെ അങ്ങ് തുടങ്ങിക്കളയാമെന്ന് പറയും. നാളെ ആകുമ്പോൾ പറയും, ഇപ്പോൾ ഈ മാസം അവസാനമൊക്കെ ആകട്ടെ, അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ തുടങ്ങാം. ഇല്ല, ഇപ്പോൾ അവസാനമായില്ലേ മാസം, അപ്പോൾ അടുത്ത മാസം 1-ാം തീയതി ആയിരിക്കും നല്ലത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നവർ ഒരിക്കലും ഒരു ചാനലും തുടങ്ങാൻ പോകുന്നില്ല, ഇതിൽ വർക്ക് ചെയ്യാനും പോകുന്നില്ല.
ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ അത് ഉടനെ തുടങ്ങും. പിന്നെ ഒരു ഷോർട്സ് ഇടും, അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇടും. സ്വന്തം ക്രിയേറ്റിവിറ്റി വെച്ച് തന്നെ അവരൊരു ചാനൽ ബിൽഡപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ വന്നാലേ മുന്നോട്ട് പോകാനുള്ളൊരു ഭാഗ്യ പരീക്ഷണം പോലെ 5-10 വീഡിയോസ് ഇട്ടിട്ട് ഭാഗ്യവും നോക്കിയിരുന്ന് ഇത് രക്ഷപ്പെട്ട് പോവും, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് ഇവിടെ വെച്ച് തന്നെ നിർത്തിക്കളയാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യവും നടക്കില്ല. അപ്പം നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിൽ അത് നമ്മളുടെ സ്വന്തം പ്രയത്നത്തിൽ കൂടെ മാത്രമേ, അതും കൺസിസ്റ്റൻ്റായിട്ട് ഇടുന്നവർ ധാരാളം പേരുണ്ട്. അവരുടെയൊക്കെ വീഡിയോസും ചാനലും ഒക്കെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. മോണിറ്റൈസൊക്കെ ആയിട്ട് ധാരാളം പേർക്ക് മാസം നല്ല ഏർണിങ്സ് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല ഉത്സാഹമുള്ള മനസ്സോടെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ എന്ത് ചെയ്താലും നടക്കാൻ പോവില്ല, ഇതൊന്നും ശരിയാവില്ല എന്ന് വിചാരിക്കുന്നതിനേക്കാളും നമ്മൾ കഷ്ടപ്പെട്ടത് ചെയ്തിട്ട് ഇത് നമ്മളെക്കൊണ്ട് സാധിക്കും, നമുക്ക് അതിനുള്ളൊരു കഴിവുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്ന് മനസ്സിൽ തീരുമാനം ഉറപ്പിച്ച് ഇതിൽ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും വിജയം എത്തിച്ചേരാൻ, നമ്മൾ വിജയിക്കാനായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. അപ്പോൾ ഈ പറയുന്ന ധാരാളം കാര്യങ്ങളെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ടും സീരിയസ് ആയിട്ട് എടുത്തിട്ടും മുമ്പോട്ട് പോവുക. ഒന്നുകിലും നമ്മുടെ ചാനൽ തുടങ്ങി വർക്ക് ചെയ്താൽ അത് നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ യൂട്യൂബ് ശരിയാവില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള വേറൊരു വർക്കിലോട്ട് പോകുക. അപ്പോൾ ഇത് രണ്ടുമല്ലാത്ത യാതൊരു മാർഗവും യൂട്യൂബിൽ വിജയിക്കാനായിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഈ വാച്ച് ടൈമിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചിട്ടുള്ള സബിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് അല്ലാതെ ഇടയ്ക്ക് ഞാൻ ഈ മോട്ടിവേഷൻ വീഡിയോസൊക്കെ ഇടുന്നത് ധാരാളം റെഗുലറായിട്ട് ഇടുന്ന വീഡിയോസ് ഇടുന്നവരെയൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്നും കാണാതെയാകുന്നു. അപ്പോൾ അവർക്കും കൂടെ ചേർന്നിട്ട് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ടും എന്നും രാവിലെ 9 മണിക്ക് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.